താങ്കൾക്കുള്ളത് ഇന്ന് അതിൽ ചിലതൊക്കെ മൂടുപടം അഴിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സുഭാഷ് ചന്ദ്രൻ എന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയുവാനും ആഗ്രഹിക്കുകയാണെന്ന്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അധികം ആളുകൾക്ക് അറിയാമെങ്കിലും അധികം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. സംഗീതപ്രേമിയായ ഒരു സുഭാഷ് ചന്ദ്രൻ. അപ്പോൾ ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിലൂടെ ഗാനഗന്ധർവൻ യേശുദാസിനെ മലയാളികൾക്ക് ഒരിക്കൽ കൂടി അയവിറക്കുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഒക്കെ സമ്മാനിച്ച ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് തോന്നുന്നു അധികം ആ ശ്രേണിയിൽ നമുക്കധികം പുസ്തകങ്ങൾ വന്നിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദാസ് ക്യാപിറ്റലിൽ നിന്നായിരിക്കും സുഭാഷ് ചന്ദ്രനെ ആരംഭിക്കുക. സുഭാഷ് ചന്ദ്രൻ എന്നുള്ള ഒരു വാക്കിന് നിർവചനമായി ആ പുസ്തകം അധികം പേരുടെ മനസ്സിലുണ്ടാവില്ല എന്നെനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ നിന്നും ആരംഭിക്കേണ്ടത്. യേശുദാസിനെ കുറിച്ചും ദാസ് ക്യാപിറ്റലിൻ്റെ ഉറവിടത്തെക്കുറിച്ചും സംഗീതവുമായിട്ടുള്ള ഈ സാഹിത്യകാരൻ്റെ ബന്ധവും എങ്ങനെയാണ് എന്നുള്ളതെന്ന് പറയാം. നന്ദി ദിവ്യ. ദിവ്യയുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാനുള്ളൊരു അവസരത്തിന് സന്തോഷവും നന്ദി അറിയിക്കുന്നു. ദിവ്യ ഞങ്ങളെല്ലാം വെറുതെ IAS ഓഫീസർമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല പെടുത്തിയിട്ടുള്ള, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എന്നുള്ള കൂട്ടത്തിൽ മാത്രമല്ല, ധാരാളം വായിക്കുന്ന, പാട്ട് പാടുന്ന, പാട്ട് ഇഷ്ടപ്പെടുന്ന, സംഗീതമൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശബരിയുടെ പ്രിയ പത്നി, അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ദിവ്യയ്ക്ക് ഞങ്ങൾ കൽപ്പിച്ചു തന്നിട്ടുണ്ട്. എഴുത്തുകാരനെ സംബന്ധിച്ച് വാൾട്ട് വിറ്റ്മാൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഐ കോൺട്രഡിക്ട് മൈസെൽഫ് ? യെസ്, ഐ കണ്ടെയ്ൻ മൾട്ടിറ്റ്യൂഡ്സ് എന്നാണ്. ഞാൻ വൈപരീത്യങ്ങൾ പറയുന്നുണ്ടാകാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാകാം. കാരണം ഞാൻ ഒരു പുരുഷാരം എന്നിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ എഴുത്തുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിൻ്റെ നാക്കാണ്. പറയപ്പെടാത്ത വികാരങ്ങൾ, പറയപ്പെടാത്ത ആശയങ്ങൾ, പറയപ്പെടേണ്ട കുറേ കാര്യങ്ങളെല്ലാം ഭൂമിക്ക് മുഴുവനും വേണ്ടി സംസാരിക്കുന്ന, എഴുതുന്ന ആളുകളാണ് എഴുത്തുകാരൻ. അതുകൊണ്ടാണ് ഈ പുരുഷാരം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ വാൾട്ട് വിറ്റ്മാനെ പോലെ പറയാൻ പറ്റിയ ഒരു വലിപ്പമൊന്നും ഇല്ലെങ്കിലും എൻ്റേതായ ചെറിയ ഇടത്തിൽ ഞാനൊരു വാൾട്ട് വിറ്റ്മാനാണ് എന്ന് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്തുകാരന്മാരുടെ വലിയ മഹാസംഘത്തിൽ ഒരംഗമാണ് ഞാൻ എന്നുള്ള അഭിമാനിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം ദിവ്യ പറഞ്ഞതുപോലെ പാട്ടിനോട് ഇഷ്ടമുണ്ട്, ചിത്രകലയോട് ഇഷ്ടമുണ്ട്, ഭൂമിയിലെ ഭംഗിയുള്ള എല്ലാത്തിനോടും ഇഷ്ടമുള്ള ഒരാളാണ്. ഒപ്പം ഉറൂബ് പറഞ്ഞതുപോലെ ഭംഗിയില്ലാത്തതിനെ ഇഷ്ടമുള്ള ആളാണ്. ഉറൂബ് ഒരു ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്ത് വന്നപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം എഴുതുന്നതിൻ്റെ ആമുഖമായിട്ട് അദ്ദേഹം എഴുതിയ കുറിപ്പിൽ അദ്ദേഹം എവിടെയോ തമിഴ്നാട്ടിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് എച്ചിലില കളയാനായിട്ട് പിന്നാമ്പുറത്ത് വന്നപ്പോൾ അവിടെ എച്ചിൽ തിന്നുന്ന പന്നികളെ കണ്ടു. അത്ര കറുത്ത പന്നികളെ അദ്ദേഹം ആദ്യമായിട്ടാണ് പന്നികളെ തൊട്ടടുത്ത് കാണുന്നത്. അപ്പം അതിനെ നോക്കിയിരുന്ന്, കൈ എഴുതുന്ന സമയത്ത് അതിനെ നോക്കിയിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആത്മകഥം ചെയ്തു, എന്ത് ഭംഗിയാണ് ഈ പന്നിയെ കാണുന്നത്. അത്രയും എണ്ണമെഴുപ്പുള്ള ശരീരം, അതിൻ്റെ കൊഴുത്തുരുണ്ട തകില് പോലുള്ള ശരീരം, അതിൻ്റെ വിനയം, മണ്ണിനോട് തല ചേർത്തുള്ള അതിൻ്റെ വിനയം, എന്തൊരു ഭംഗിയാണ്. അങ്ങനെയാണ് അത്ര അദ്ദേഹം സുന്ദരന്മാരും സുന്ദരിമാരും എന്ന ടൈറ്റിലേക്ക് എത്തുന്നത്. ഭൂമിയിൽ എല്ലാവരും ഭംഗിയുള്ളവരാണ് എന്നൊരു തോന്നലിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യത്തേക്കാൾ ഒരു പടി മുകളിലുള്ള ഒരു വസ്തുതയായിട്ടാണ് നമ്മൾ കലയിൽ പറയുക. അതായത് നമുക്കറിയാം, കഥയും കവിതയും എല്ലാത്തരം ഫിക്ഷനും നുണയാണ് എന്നൊരു പ്രാഥമിക കാര്യമുണ്ട്. അവരുണ്ടാക്കുന്നതാണ്. അത് സത്യമല്ല എന്ന് നമുക്കറിയാം. സത്യമെന്ന് അതിന് ബാധ്യതയൊന്നുമില്ല. പക്ഷേ അതിന് സൗന്ദര്യാത്മകത കൊണ്ട് സത്യത്തേക്കാൾ ഉയർന്ന പടിയിൽ പ്രതിഷ്ഠിക്കപ്പെടുന്ന സൗന്ദര്യത്തിന് സത്യത്തേക്കാൾ സാർവകാലികതയും സാർവലൗകികതയുണ്ട് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ സാഹിത്യം ഇത്രയും മേൽ ബഹുമാനിക്കപ്പെടുന്നത്. നമ്മൾ കോടതി മുറികളിൽ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് നീട്ടിക്കൊടുക്കുന്നത് ഒരുപക്ഷെ ഒരു ഗ്രന്ഥമാണ്, ഖുറാനോ. അത് എഴുതപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിനേക്കാൾ ഒട്ടും താഴെയല്ല ഒരു വീണ ഉണ്ടാക്കുന്ന ദൈവികാനുഭൂതി, ഒരു ഓടക്കുഴൽ സൃഷ്ടിക്കുന്ന ദൈവികാനുഭൂതി, ഒരു ശംഖ് ഉണ്ടാക്കുന്ന
അല്ലെങ്കിൽ ഗിത്താർ ഉണ്ടാക്കുന്ന. പക്ഷെ നമ്മൾ അത് സംഗീതോപകരണങ്ങളും തൊട്ട് പ്രതിജ്ഞ എടുക്കാറില്ല. അതൊന്നും താഴെയായിട്ടില്ല. എഴുതപ്പെട്ടതിനോട്, വാക്കിനോട് മനുഷ്യന് ആദ്യകാലം മുതലുള്ള അധികമായിട്ടുള്ള ആദരവ് ആണ് നമ്മളെ പുസ്തകം തൊട്ട് പ്രതിജ്ഞ എടുക്കാനായിട്ട് കോടതി, നീതിന്യായ പീഠങ്ങൾ വരെ നിർബന്ധിക്കുന്നൊരു കാര്യം. അതിനർത്ഥം സാഹിത്യം ഒരു പരമമായ കല ആണെന്നാണ്. നമ്മൾ എഴുത്തുകാരനെ കലാകാരനായിട്ട് പറയാറില്ലെങ്കിലും അത് അൾട്ടിമേറ്റ് ആർട്ടാണ് എഴുത്ത് എന്ന് പറയുന്നത്. കാരണം ഒരു എൻകോഡിംഗ് ആണ് നമ്മുടെ ലിപിയിൽ, നമ്മുടെ മലയാള ഭാഷയിൽ എഴുതുന്ന ഒരാൾ നമ്മുടെ മലയാള ലിപിയിൽ വികാരങ്ങളുടെയും അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ജീവിതത്തിൻ്റെ തന്നെയും മഹത്തായൊരു എൻകോഡിങ് നടത്തുകയാണ്. ഒരു തമിഴന് അത് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. വെറുതെ കുറച്ച് നമുക്ക് തിരിച്ച് തമിഴ് ഉണ്ടായാലും ഒന്നും മനസ്സിലാവില്ല. പക്ഷേ വായന, സുഗമമായിട്ട് വായിക്കാൻ അറിയാവുന്ന അതേ ഭാഷ പഠിച്ചിട്ടുള്ള ഒരാളുടെ മുന്നിലൂടെ അതേ കോഡുകൾ എഴുത്തുകാരൻ എൻകോഡ് ചെയ്ത് തന്നെ അവൻ ഡീകോഡ് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ വലിയ പ്രപഞ്ചങ്ങൾ വിടർന്നു വരികയാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പുറം ലോകം വാസ്തവമല്ല എന്നും ഇതിൻ്റെ അകത്താണ് യഥാർത്ഥം എന്ന് തോന്നുന്ന ഒരു പുതിയ ലോകം പടർന്നത്. അതാണ് ശരിക്കും എഴുത്തിൽ നടക്കുന്ന മാജിക് എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് സംഗീതം ആണ് അൾട്ടിമേറ്റ് കല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് അൾട്ടിമേറ്റായിട്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നത് സാഹിത്യം തന്നെയാണ്. ഒരു പക്ഷേ വാക്കുകൾക്ക് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഡിംഗ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ വാക്കുകൾ മനസ്സിലാകാത്ത ഘട്ടത്തിൽ പോലും സംഗീതം അതിനൊരു തുണയായി നിന്ന ആളുകൾക്ക് ആ വികാരം പകർന്നു കൊടുക്കുന്നുണ്ട്. ജനഗണമന പാടുമ്പോഴും അതിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ അതിൽ ദേശീയത, അതിൽ വികാരം എന്നുള്ളത് ആളുകൾക്ക് ആ ഈണത്തിലൂടെ, സംഗീതത്തിലൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സംഗീതത്തിലുള്ളതുപോലെ തന്നെ ആധാരശ്രുതിയൊക്കെ സാഹിത്യത്തിലുണ്ട്. നമ്മൾ അതിനകത്ത് ആങ്കർ നങ്കൂരമിട്ട് കിടക്കുന്നത് സാഹിത്യത്തിലെ എഴുത്തുകാരന്, നല്ല സാഹിത്യകാരൻ ഉപയോഗിക്കുന്ന ആ ശ്രുതി ശുദ്ധി കൊണ്ടാണ്. നമ്മുടെ ഹൃദയമായിട്ട് അത് ശ്രുതി ചേർക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിനകത്ത് മുഴുകി പോകുന്നത്. അവിടെയാണ് ഈ ആധാരശ്രുതിക്കും ഏതിലെ 7 സ്വരങ്ങൾ തൊട്ട് സംഗീതജ്ഞൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ എഴുത്തുകാരൻ അക്ഷരങ്ങൾ കൊണ്ട്, നിങ്ങൾക്കറിയാം സ്വാതിരുന്നാളിലേക്ക് നമ്മൾ വാഗ്ഗേയകാരൻ എന്ന് പറയും. വാക്കും ഗേയവും പാട്ടും ഒരേപോലെ വശമുള്ള ആളാണ്. അയാൾക്ക് എഴുതാൻ പറ്റും, അയാൾ പാടും. അപ്പോൾ അത് ഈ സരസ്വതി എന്നുള്ള സങ്കല്പം രസകരമായ ഒരു സൗന്ദര്യാനുഭൂതി. സത്യം, സുഭാഷ് ചന്ദ്രനും അങ്ങനെ ഒരു വ്യക്തിയല്ലേ? ഇല്ല, എനിക്ക് പാട്ട് പാടാനൊന്നും കഴിവ് തീരെയില്ല. ഞാൻ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്, പാട്ട് പാടണമെന്ന് മോഹിച്ചിരുന്ന ആളാണ്. എൻ്റെ സ്കൂളിൽ ഞാനായിരുന്നു ലളിതഗാനത്തിന് എല്ലാ കാലത്തും ഫസ്റ്റ്. പ്രീ ഡിഗ്രിക്ക് ചെന്നപ്പോൾ എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് മുറിമുക്കൻ രാജാവായിരുന്ന പോലെ പാട്ടുകാരനായിരുന്നു ഞാൻ. സെൻറ് ആൽബർട്ട്സിൽ പാട്ടിന് ചേരുകയും എൻ്റെ ചെസ്റ്റ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് പാടിയ കുട്ടികളുടെ അത്ഭുതകരമായിട്ടുള്ള സംഗീത വൈഭവം കണ്ട് നാണിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തതാണ്. കാരണം എൻ്റെ ഒരു സർക്കാർ പള്ളിക്കൂടായിരുന്നു. 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു പാവപ്പെട്ട സർക്കാർ പടിഞ്ഞാറേക്കടങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ മുറിമൂക്ക് വലിയ ഗംഭീര മൂക്കായിരുന്നു. എന്നെ എല്ലാവരും പ്രശംസിച്ചിരുന്നു. ഞാൻ വലിയ പാട്ടുകാരനാവും, ഞാൻ തന്നെയും സ്വയം യേശുദാസാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളാണ്. യേശുദാസ് എന്ന് പറഞ്ഞ് ആളില്ലായിരുന്നെങ്കിൽ ആ പദവി പിന്നെ എനിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നല്ല പാട്ടുകാരെ നേരിട്ട് കണ്ടപ്പോൾ 17ഉം 16ഉം വയസ്സുള്ള മിടുക്കന്മാരായ സെൻറ് ആൽബർട്ട്സിലെ അന്നത്തെ കുട്ടികൾ, അപ്പോൾ എൻ്റെ പേര് എസ് ആയതുകൊണ്ട് എന്നെ പിന്നീട് വിളിക്കാം. അപ്പോൾ ആന്റണി എന്ന് വിളിക്കും. അപ്പോൾ ഒരുത്തം വന്ന് സ്വര പ്രസ്ഥാനമൊക്കെ നടത്തിയിട്ട് ഗംഭീരമായിട്ട് പാടും. അപ്പം ഞാൻ ഒരു കരിമുട്ടിൻ്റെ കഥയാണ് നീ എന്നുള്ളൊരു പാവപ്പെട്ട പാട്ടും പഠിച്ചോണ്ടാ വന്നിരിക്കുന്നത്. എനിക്കെന്നെ സ്വരമൊന്നും വായിക്കാനും അറിയില്ല, എൻ്റെ സ്വരസ്ഥാനങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുള്ളൊരു പാട്ടാണ് അതൊക്കെ. അടുത്ത ബിനേഷ് എന്ന് പറയുമ്പോൾ ബിനേഷ് വന്ന് തകർപ്പനായിട്ട് പാടുക. അപ്പം ഞാൻ എന്നെ തന്നെ അതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി അവിടെ നിന്നോട്ട്. ആ 16 വയസ്സുള്ള കുട്ടി. ഞാൻ പിന്നെ കോളേജിലൊന്നും ഒരിക്കലും പാടിയിട്ടില്ല. എനിക്ക് അപകർഷതാബോധം കൊണ്ട് ഞാൻ ഇല്ല ദീപി, ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരനല്ല. അത് പാട്ട് ഒരു മഹനീയമായിട്ടുള്ള ഒരുപാട് കാലത്തെ സൗകര്യം കൊണ്ടും സാധന കൊണ്ടും സ്വായത്തമാക്കേണ്ടുന്ന, അർപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. യേശുദാസിനെ പറ്റി ഞാൻ പുസ്തകം എഴുതാനുള്ള കാരണം അതാണ്. ഈ ജേർണലിസ്റ്റിക് ആയിട്ട് ആയിരക്കണക്കിന് ലേഖനങ്ങൾ യേശുദാസിനെ പറ്റിയുണ്ട്. പക്ഷെ നമ്മുടെ സർഗാത്മക സാഹിത്യകാരന്മാർക്ക്, നമ്മുടെ മലയാളികൾക്കാണെന്ന് തോന്നുന്നു ഒരു അധമവാസനയുള്ളത്. ഇവർ സിനിമാ പാട്ടിനൊന്നും പുകഴ്ത്തൊന്നും പറയില്ല. ഇവർ രഹസ്യമായിട്ട് ആസ്വദിക്കുന്നത് എനിക്കറിയാം. പക്ഷേ
ജാനകിയമ്മയാണ് ഇഷ്ടപ്പെട്ട ഗായിക എന്നോ യേശുദാസാണ് അല്ലെങ്കിൽ ജയന്തരനാണ് ഇഷ്ടപ്പെട്ട ഗായകൻ എന്നോ പറഞ്ഞ് ഇവർ ചെറുതാവുന്നവർക്ക് പേടി. അതുകൊണ്ട് ഇവർ കിഷോരി അമ്മോങ്കർ, മെഹദി ഹസൻ, ബഡേ ഗുലാം അലി ഖാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ തൊടിയിലെ ചെറിയ പൂവിനെ, യേശുക്രിസ്തു പറയും ഈ വയൽ പൂവിനെ ഒരു മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കിയത് ആരാണെന്ന് യേശുക്രിസ്തു സാക്ഷാൽ ദൈവപുത്രൻ അത്ഭുതപ്പെടുന്നുണ്ട്. അയാൾക്ക് അതിൻ്റെ മാസ്മരികമായ ഭംഗി കാണാനുള്ള കണ്ണുണ്ട്. പക്ഷെ നമ്മൾ എവിടെയുള്ള കാശ്മീരിൽ വിടരുന്ന പൂവിൻ്റെ സുഗന്ധത്തെ പറ്റി മാത്രം പറയുകയും നമ്മുടെ വയൽപ്പൂവിനെയും നമ്മുടെ മുക്കുറ്റിപ്പൂവിനെയും സൗന്ദര്യത്തെ പറ്റി പറയാൻ മടിക്കുകയും ചെയ്യും. അതുകൊണ്ട് താങ്കൾ പറയുന്ന പോലെ അത് കാണുന്നുണ്ടായിരിക്കും, കാണാതിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പറയാനുള്ള വിമുഖതയാണ്. അപ്പോൾ 50 വർഷം നമ്മുടെ മലയാളിയുടെ ജീവിതത്തിന്റെ പിന്നണി പാടിയ മഹാഗായനാണ്. ഞാൻ ഒരു ദിവസം പോലും യേശുദാസിന്റെ ദാസേട്ടന്റെ പാട്ടുകൾ കേൾക്കാതെ നമ്മൾ കടന്നുപോയി. ഞങ്ങളുടെ കോഴിക്കോട് മെഹദി ഹസൻ സാഹിബിനെ കൊണ്ടുവന്നു. അവിടെ വഹാബ് എന്ന് പറഞ്ഞ MP കോട്ടക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. മെഹദി ഹസൻ ദൈവമാണ്, ശരിക്കും പാട്ടിന്റെ ദൈവമാണ്. നമ്മുടെ ലതാ മങ്കേഷ്കർ വിവാഹം കഴിക്കാതിരുന്നത് ഇയാളെ കല്യാണം കഴിക്കാൻ കിട്ടാത്തതുകൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അവർ കറാച്ചിയിലേക്ക് ഇന്ത്യ വിഭജനത്തിന് ശേഷം പോയി. ദൈവം ഉണ്ടോ എന്ന് ലതയോട് ചോദിച്ചപ്പോൾ ലത പറഞ്ഞുണ്ടല്ലോ, മെഹദി സാഹിബിന്റെ തൊണ്ടയിലുണ്ടല്ലോ എന്നാണ് മറുപടി. അത്രയും ആരാധനായ മനുഷ്യനാണ് അദ്ദേഹം. നമ്മുടെ കോട്ടക്കൽ ചികിത്സയ്ക്ക് വന്നപ്പോൾ ടാഗോർ തിയേറ്ററിൽ ഒരു ഗസൽ സന്ധ്യ വെച്ചു അദ്ദേഹത്തിൻ്റെ. അപ്പം ഞങ്ങൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയും കോട്ടയ്ക്കൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി കണ്ടു. ഒന്ന് കാല് തൊട്ട് വണങ്ങണം എന്ന് വിചാരിച്ച് പോയതാണ്. ആ പൊടി ഒന്ന് പറ്റിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. പാകിസ്ഥാനി കേട്ടോ, അത് നമ്മൾ പ്രത്യേകിച്ച് പറയണം. പാകിസ്ഥാനിയുടെ കാലിലൊക്കെ പൊൻധൂളികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അപ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്ന് തൊട്ട് വന്ദിച്ചു. അപ്പോൾ ഇവൻ എൻ്റെ കൂടെയുള്ള സുഹൃത്ത് ചോദിച്ചു, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഞങ്ങൾ ആരാധിക്കുന്ന 2-3 മഹൽ ശബ്ദങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് മെഹദി ഹസൻ സാഹിബ്, ഗുലാം അലി സാഹിബ്, ജഗജിത് സിംഗ്, അങ്ങനെ 2-3 വലിയ ശബ്ദങ്ങളുണ്ട്. അങ്ങയുടെ പേഴ്സണൽ ഫേവറേറ്റ് ശബ്ദം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ, ഇന്ത്യയിലാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഈ 2-3 പേരിൽ കറങ്ങി നടക്കുന്നത്? നിങ്ങളുടെ യേശുദാസ് സാഹിബിൻ്റെ അത്രയും നല്ല ശബ്ദം വരുമോ ഞങ്ങളുടെ എന്നാണ് ചോദിച്ചത്. ഒരു മലയ്ക്ക് ഒരു മലയെ കാണാനായിട്ടൊരു മടിയില്ല. ആ മലയ്ക്ക് അവിടെ നിന്ന് മറ്റേ മലയെ കാണാം. നമ്മുടെ ചെറിയ മൊട്ടക്കുന്നുകൾക്ക് അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ ജാതി മരം നിൽപ്പുണ്ടെങ്കിൽ തന്നെ മറ്റത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്കൊരു വലിയ തിരിച്ചറിവുണ്ടായ സന്ദർഭമാണത്. എന്തുകൊണ്ട് നമ്മുടെ എഴുത്തുകാർ യേശുദാസിനെ പറ്റി അർഹിക്കുന്ന ബഹുമാനത്തോടെ ഒരു പുസ്തകമോ ഒരു രചനയോ ആകെ അക്കിത്തമാണ് എഴുതി. അദ്ദേഹത്തിൻ്റെ എഴുതാൻ പറഞ്ഞാലിന് യേശുദാസിനോട് നമസ്കാരം പറഞ്ഞ് എഴുതി. പിന്നെ എഴുതി സക്കറിയാണ്. സക്കറിയ യേശുദാസിനെ ഭീകരമായിട്ട് കൊല വിളിച്ചുകൊണ്ടാണ് 25 വർഷം മുമ്പ്. അദ്ദേഹം പിന്നീട് തിരുത്തി എഴുതി, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥ സംഗീതത്തിൻ്റെ മുമ്പിൽ യേശുദാസം ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയായിരുന്നു. അങ്ങനെയൊക്കെ വിമർശനമൊക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മുടെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ നമ്മുടെ തൊണ്ടയാണ് 100% നമ്മുടെ മലയാള മണ്ണിൻ്റെ തൊണ്ട. ഈ സഹീനിൽ നിന്ന് ഉത്ഭവിക്കുന്ന 44 നദികളും നമ്മുടെ ടെറൈനും നമ്മുടെ മനസ്സും ചേർന്നിട്ടാണ് ആ ശബ്ദം ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയുടെ ശബ്ദമല്ല. ഒരു സസ്യത്തിൻ്റെ മുഴുവൻ ആഗ്രഹങ്ങളുടെയും ഫലമായിട്ട് അതിലൊരു പൂ വിരിയുന്നത് പോലെ മലയാളി സമൂഹത്തിൻ്റെ ഈശ്വരനെ പോലെ പാടുന്ന ഒരു ശബ്ദം നമ്മുടെ കൂടെ വേണമെന്നുള്ള പ്രാർത്ഥനയിൽ വിരിഞ്ഞൊരു പൂവാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ ബഹുമാനിക്കേണ്ടതല്ലേ? അത് ബഹുമാനിക്കാൻ നമുക്ക് പൊതുവിൽ നമ്മുടെ ഓണക്കാലം വരുമ്പോൾ നമ്മുടെ മിത്ത് ഈ മഹാന്മാരുടെ കാലിൽ ചവിട്ടുന്ന വാമനന്മാർ, ചെറിയ കുള്ളന്മാർ നമ്മുടെ മിത്തിൽ തന്നെ ഉണ്ട്. അവൻ അങ്ങനെ വേണ്ട, ഞാൻ അവനെ ഈസിയായിട്ട്. പണ്ടൊരു നിരൂപകൻ പറഞ്ഞത്, മത്തേപത്തിന്റെ മസ്തകത്തിൽ കയറിയിരുന്ന് കാഷ്ടിച്ച് മത്തേപത്തേക്കാൾ മഹത്വമുണ്ടെന്നടിക്കുന്ന കാക്ക എന്നാണ് അത്തരക്കാരെ പറ്റി പറഞ്ഞത്. മത്തേപം എന്ന് വെച്ചാൽ മതിച്ചു നിൽക്കുന്ന ആന, മറ്റാർക്കും അടുത്ത് എല്ലാം പറ്റില്ല. പക്ഷെ കാക്ക ഈസി ആയിട്ടൊന്ന് ചുറ്റിപ്പറന്ന് കാഷ്ടിച്ചിട്ട് പോകും. എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് കണ്ട ഞാനിപ്പോൾ വലിയ വലിയ മത്തഗജങ്ങളുടെ മസ്തകത്തിലാണ് കാഷ്ടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ചെറിയ ഇടുക്കം മലയാളിയുടെ മനസ്സിന് പണ്ട് മുതലേ ഉണ്ട്. ഈ വാമനൻ മിത്തായി വരുന്നത് അതുകൊണ്ടാണ്. ഒരു വലിയ അസുര ചക്രവർത്തി നന്നായിട്ട് ഭരിക്കുമ്പോൾ എന്നാ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു ചെറിയ ഇളവ്, വർഷത്തിൽ വേണമെങ്കിൽ ഒരു ദിവസമൊക്കെ വന്ന് കണ്ടോ അത്രയും മതി എന്ന് പറയുന്ന ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ഇതുണ്ട്. യേശുദാസിനെ പറ്റി നമ്മുടെ നവോത്ഥാനം സാധ്യമാക്കിയ നരണഗുരുവിലൂടെയൊക്കെ നവോത്ഥാനം സാധ്യമാക്കിയ ഏറ്റവും നല്ല സൽഫലാണ് യേശുദാസ്. അതായത് മട്ടാഞ്ചേരിക്കാരനായിട്ടുള്ള ഒരു ക്രിസ്ത്യാനി പയ്യൻ, നസ്രാണി പയ്യൻ, പാലക്കാട്ടെ അയ്യന്മാർക്കും ബ്രാഹ്മണർക്കും മാത്രം വിരാജിച്ചുകൊണ്ടിരുന്ന സംഗീതത്തിൻ്റെ പീഠത്തിൻ്റെ ഇടയ്ക്ക് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്.
എല്ലാവരെ കൊണ്ടും പക്കവാദ്യം വായിപ്പിക്കുക, നിങ്ങൾ എനിക്ക് പക്കം വായിച്ചോ ഞാൻ പാടാം എന്ന് മലയാളത്തോട് പറഞ്ഞു തരുക. അതൊരു വലിയ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു വലിയ സൽസന്തതിയാണ് യേശുദാസ്. പക്ഷെ അതിനെ അങ്ങനെ മനസ്സിലാക്കാതെ വേറൊരു തരത്തിൽ ഞാൻ മാർക്കിടാം, ഞാൻ എന്നെ നോക്കൂ ഞാൻ മാർക്കിടാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു ബഹുമാനം, എൻ്റെ പ്രാണൻ അടയുന്നതിന് മുമ്പ് ഞാൻ കേട്ട ഈ മധുര ശബ്ദത്തിന് എന്നെ മലയാള ഭാഷയുടെ ഓരോ വാക്കിൻ്റെയും സൗന്ദര്യം അനുഭവിപ്പിച്ചു തന്ന ഈ വലിയ മനുഷ്യന് ഒരു നമസ്കാരം പറയണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ദാസ് ക്യാപിറ്റൽ എഴുതിയത്. സന്തോഷം. അത് ഞങ്ങൾക്ക് സമ്മാനിച്ചതിനും അതിലേറെ നന്ദി. താങ്കളിപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഈ ഒരു വിഷയത്തിൽ. എനിക്ക് തോന്നുന്നു സമുദ്രശിലയിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിലെ അമ്പയെക്കുറിച്ചുള്ള വർണ്ണനയും അതിൻ്റെ വികാരങ്ങളും ആ അനുഭവഭൂതിയിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ അവിടെയും സൗന്ദര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷെ അമ്പയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സൗന്ദര്യം ഇല്ലാത്തവൾ എന്നുള്ള ഒരു രീതിയിലാണ്. അത് ഞാൻ മനസ്സിലാക്കിയത്, അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോഴും ഓരോ പുതിയ ഒരു വെളിപാടാണ് എനിക്കുണ്ടാവുന്നത്. അപ്പം അമ്മയാകുന്നതിന് മുമ്പേ ഞാനത് വായിച്ചിരുന്നു, അമ്മയായതിനു ശേഷം ഞാനത് വായിച്ചു. അപ്പോൾ ആ 2 പ്രാവശ്യം അത് വായിക്കുമ്പോൾ അതിലെ ഗ്രന്ഥകാരൻ എന്ന നിലയിൽ താങ്കൾ എഴുതിയിട്ടുള്ള അമ്പ എന്നുള്ള ഒരു കഥാപാത്രത്തിന് പല ലെയേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു പക്ഷേ അമ്പയുടെ സൗന്ദര്യമില്ലായ്മ എന്ന് പറയുന്നത് അവൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെയും അവൾ കടന്നു പോകുന്ന ആഘാതത്തിൻ്റെയും ഒക്കെ ഒരു നിഴൽ അവളുടെ മേൽ പതിച്ചിട്ടാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിലെ സൗന്ദര്യം എന്നുള്ളതിലപ്പുറം എനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രൻ എന്നുള്ള ഒരു എഴുത്തുകാരനിലുള്ള ഒരു സ്ത്രൈണത, ഒരു മാതൃത്വത്തിൻ്റെ ഒരു വെളിപ്പെടലായിട്ടാണ് എനിക്ക് ആ സമുദ്രശില എന്നുള്ള പുസ്തകം ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പുരുഷന് ഇത്രയധികം ഒരു സ്ത്രീയുടെ കാലിൽ നിന്നുകൊണ്ട്, ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കയറി ഇരുന്നു കൊണ്ട് ആ പുസ്തകം രചിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് അത് വായിച്ചപ്പോൾ ശരിക്കും. അപ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ആൺ രീതികളെ വിമർശിച്ച് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. താങ്കളിപ്പോൾ പറഞ്ഞ ഒരു വിഷയവുമായി ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ തന്നിലെ കുറവുകളെ, കൃത്യമായിട്ട് ആ വാക്കാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ തന്നിലെ കുറ്റങ്ങളെയും കുറവുകളെയും മറ്റൊരാളുടെ മേൽ വിലയിരുത്തലായി പറയുന്ന ആൺ രീതിയെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു മറുവാക്കാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് തോന്നുന്നു നമ്മൾ യേശുദാസിൻ്റെ കാര്യത്തിലുമൊക്കെ സംസാരിക്കുമ്പോഴും. അപ്പം ആ ഉള്ളിലെ ഈ പറയുന്ന സ്ത്രൈണത ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള പുരുഷന്മാർ എത്ര പേരാണ് തിരിച്ചറിയുന്നത്, അത് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് എന്ന് എത്ര പേരാണ് അതിനെ തിരിച്ചറിയുന്നത്, അതിനെ പരിപോഷിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അതിനുള്ള ഒരു വലിയൊരു എടുത്തുകാട്ടായിട്ടാണ് എനിക്ക് സമുദ്രശില അനുഭവപ്പെട്ടത് ശരിക്കും. ആ ഒരു എൻ്റെ മനസ്സിലാക്കൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ശരിയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളോട് സംസാരിക്കണം. ദിവ്യയെ പോലൊരു വലിയ സ്ത്രീ, നല്ല സ്ത്രീ, സുഭാഷ് ചന്ദ്രനൊരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞതിലൊരു അഭിമാനമായിട്ട് ഞാൻ വിചാരിക്കും. അത് ഒരു പുരസ്കാരം പോലെ സ്വീകരിക്കുന്നു. മനുഷ്യനാമുഖം എന്നുള്ള എൻ്റെ ആദ്യത്തെ നോവൽ വന്നപ്പോൾ അതിന് കിട്ടിയ ഏറ്റവും വിമർശനം, ഇത് പുരുഷനൊരാമുഖം എന്ന് പേരിട്ടാലും കുഴപ്പമില്ല, ഇയാളൊരു മുരടനായ ഒരു ആണാണ്, അയാളുടെ പുരുഷ സങ്കല്പങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത്. അപ്പോൾ എനിക്ക് അതൊരു വെല്ലുവിളി പോലെ തോന്നിയിരുന്നു. ശരിയാണ്, ഞാൻ 100 വർഷത്തെ കേരളത്തിൻ്റെ വൈകാരിക ചരിത്രം എഴുതാനാണ് ശ്രമിച്ച മനുഷ്യനാമുഖത്തിൽ. തീർച്ചയായിട്ടും പോയ 100 വർഷത്തിലെ മലയാളി ജീവിതം മാത്രമല്ല, ഇന്ത്യൻ ജീവിതം മുതൽ ലോക ജീവിതവും പുരുഷാധിപത്യത്തിൻ്റെ കണ്ണിലൂടെ നടന്ന ഒരു വൈകാരിക സംക്രമണത്തിൻ്റെ കഥയാണത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എഴുതുമ്പോൾ അറിയാതെ നായകന്മാർ കൂടുതൽ വീരസ്യമുള്ള ആണുങ്ങളെ പറ്റി നമ്മൾ എഴുതി പോവും. എല്ലാം സഹിച്ച് മണ്ണടിഞ്ഞു പോയ കുറേ പെണ്ണുങ്ങളെ നമുക്ക് ഓർക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ നോവലിന് അങ്ങനെ വന്നത്. പക്ഷേ സമകാലിക ജീവിതത്തിൽ നിന്ന് ഒരു സ്ത്രീ കഥാപാത്രത്തെ നായികയാക്കിയിട്ട് എഴുതണമെന്ന് തോന്നിയപ്പോൾ എനിക്ക് എത്രമാത്രം ഈ പരകായ പ്രവേശം സാധ്യമാകുമോ അത്രമാത്രം ക്ലേശിച്ച്, എന്നെപ്പോലെ ഒരു മുരടൻ മനുഷ്യന് ഒരു പെണ്ണിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര പാടാണ്. സാധാരണ പുരുഷന് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കയറി കൂടിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ദേവി പറഞ്ഞത് വളരെ ശരിയാണ്. സ്ത്രൈണഭാവങ്ങളായിട്ടുള്ള കരുണ, വാത്സല്യം, കരുതൽ, സഹനം തുടങ്ങിയ ക്വാളിറ്റികൾ, മേന്മകൾ
ഒരു പുരുഷനിൽ കണ്ടാൽ നമ്മൾ അത് കുറവായിട്ടാണ് ധരിക്കുക. അതെ. കുറച്ച് സ്ത്രൈണ പ്രകൃതിയായിട്ടാണ് അതൊരു കുറവായിട്ട്. പുരുഷൻ്റെ യോഗ്യതകളായിട്ട് അല്ലെങ്കിൽ മേന്മയായിട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് വിചാരിക്കുന്ന നേതൃത്വ പാഠവും അല്ലെങ്കിൽ അത്തരം ക്വാളിറ്റികൾ ഒരു സ്ത്രീയിൽ കാണുമ്പോൾ അതൊരു എഫിഷ്യൻസി ആയിട്ട് വേണം കണക്കാക്കാൻ. സ്ത്രീ ശക്തയായ സ്ത്രീ എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ കരയാനും വിലപിക്കുവാനും ചേർത്ത് പിടിക്കുവാനും സ്ത്രീയുടെ ലോലഭാവങ്ങളെ മനസ്സിലാക്കുവാനും സാധിക്കുന്ന പുരുഷനാണ് കൂടുതൽ വലിയ പുരുഷൻ എന്ന് വിചാരിക്കുന്നത് ഞാൻ. അതുകൊണ്ട് യേശുക്രിസ്തു ബൈബിളിൽ 2 കുത്തുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ വാക്ക് ജീസസ് വെപ്റ്റ് എന്നാണ്, കർത്താവ് തേങ്ങി എന്നാണ്. പക്ഷേ ബൈബിളിലെ ഏറ്റവും വലിയ വാചകം, യഥാർത്ഥത്തിൽ ഏറ്റവും ഭാരമുള്ള വാചകം ജീസസ് കർത്താവ് തേങ്ങി എന്നുള്ളതാണ്. ബൈബിളിൻ്റെ മലയാള വിവർത്തനങ്ങൾക്ക് വിലാപ്പുറങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം, വിലാപ്പുറങ്ങൾ എന്ന് വെച്ചാൽ വിലപിക്കാനുള്ള പുറം, ചെസ്റ്റിനാണ് അതിൻ്റെ നല്ല മലയാളമാണ്. അതായത് സ്ത്രീക്ക് വിലപിക്കാനുള്ള പുറമാണ് പുരുഷൻ്റെ നെഞ്ചെന്നുള്ള സങ്കല്പത്തിൽ നിന്ന് ആ പേര് വന്നത്. പ്രകൃതി അങ്ങനെ ഉയരമുള്ള പുരുഷനെയും നെഞ്ചുവരവുള്ള സ്ത്രീയെയും സങ്കല്പിച്ചത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ വ്യാഖ്യാനം. അസല അങ്ങനെയൊന്നുമല്ല. പുരുഷന് തേങ്ങിക്കരയാനുള്ള ഒരു വലിയ മാർഗ്ഗമാണ് സ്ത്രീയുടെ, അല്ലാതെ തിരിച്ചല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്നാൽ ആ രൂപകൽപ്പനയിൽ നിന്ന് ആയിരിക്കണം ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിളിൽ എവിടെ കർത്താവ് അശരണരെയും അഗതികളെയും രോഗികളെയും എല്ലാം ലാസറിനെ ചേർത്ത് പിടിക്കുന്നു, കുഷ്ഠരോഗിയെ, മരിച്ചവനെ ഉയർത്തെഴുന്നു, അങ്ങനെ എല്ലാം തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പുരുഷൻ്റെ നെഞ്ചിന് ഇംഗ്ലീഷിൽ പറയുന്ന ചെസ്റ്റ് എന്നല്ല ബ്രസ്റ്റ്, അപ്പോൺ ഹിസ് ബ്രസ്റ്റ് എന്നാണ് പറയുക. അതായത് കർത്താവ് തൻ്റെ ബ്രസ്റ്റിനോട് ചേർത്ത് പിടിച്ചു എന്നാണ് പറയുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ താൻ ജീവാത്മാവും കൃഷ്ണൻ പരമാത്മാവുമാണ് എന്ന് കരുതി നൃത്തം ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടായി. ചേലയുടുത്തിട്ട് അദ്ദേഹം നൃത്തം ചെയ്യുമായിരുന്നു. അത് ഈ മീരയുടെയൊക്കെ ഭക്തി പോലത്തെ മറ്റൊരു തീവ്ര ഭക്തിയാണ്. ഓരോ മനുഷ്യജീവിയും ജീവാത്മാവാണെന്നും പരമാത്മാവ് എന്ന് പറയുന്ന കൃഷ്ണനാണെന്നുള്ള സങ്കല്പമാണ്. അവിടെ സ്ത്രീ ജീവാത്മാവാണ് എന്നും പരമാത്മാവ് പുരുഷനാണ് സങ്കല്പമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂലകൾ ചുരന്നു എന്ന് ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ആ സമയത്തല്ല, സ്ത്രീയായി സങ്കല്പിച്ച് അദ്ദേഹം നൃത്തം ചെയ്യുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മൂലകൾ ചുരന്നു എന്ന് വാത്സല്യം കൊണ്ടും ഈ പുരുഷ സങ്കല്പത്തിന് വിധേയനായതുകൊണ്ടും ആണ്. അപ്പോൾ അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആത്മാഭിമാന പ്രശ്നമാണ് ഈ പൗരുഷം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ കരയുന്ന പുരുഷൻ ഭംഗിയില്ലാത്തൊരു ദൃശ്യമാണ് എന്ന് പണ്ട് പോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കരയുന്ന പുരുഷനോളം അലിവുള്ളൊരു ദൃശ്യം ലോകത്ത് മറ്റെങ്ങുമില്ല. അവനെ കരയാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞ പുരുഷന്മാർ എഴുതിയ കഥകളും കവിതകളും അങ്ങനെ കരഞ്ഞ പുരുഷന്മാർ ചെയ്ത ശില്പങ്ങളും ഒക്കെയാണ് ലോകോത്തരങ്ങളായിട്ട്. ഇപ്പം പിയത്ത എന്ന് പറഞ്ഞ ശില്പത്തിൽ ഒരു പുരുഷന്റെ കരച്ചിലുണ്ട്. അമ്മയെ മടിയിൽ മകനെ ശവശരീരം ഇറക്കി കിടത്തുന്ന അമ്മയുടെ ആ കരച്ചിൽ കാണാൻ പറ്റുകയും അത് എക്കാലത്തേക്കുമായിട്ട് കല്ലിൽ, മാർബിളിൽ അതിനെ അനശ്വരമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു ഗംഭീരനായ സ്ത്രീ മനസ്സ് കൂടിയുള്ള ഒരു പുരുഷന്റെ സാന്നിധ്യം അതിന്റെ പിന്നിലുണ്ട് എന്ന്. അതുകൊണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനിപ്പോൾ 6 വയസ്സായി. അതിന് മുമ്പ് പല വേദികളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അവന് 2 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 3 വയസ്സുള്ളപ്പോഴൊക്കെ കുട്ടികൾ കരയല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷെ കരയുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ട്, വീട്ടിലാരെങ്കിലും കയറി വരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന കാര്യം, നീ ഒരു ആങ്കൊച്ചല്ലേ, പെങ്കൊച്ചിനെ പോലെ കരയരുത് എന്നുള്ള ഒരു ഡയലോഗ് എത്ര പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതെന്നറിയില്ല. അപ്പോൾ ഞാനായതുകൊണ്ട് അവരോട് തിരികെ പറയും. പക്ഷെ എന്നാലും നമുക്ക് എല്ലാവരോടും അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കണം എന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയുന്നതിന് ഈ പ്രശ്നം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ പെൺകുട്ടികൾ അട്ടഹസിച്ച് ചിരിക്കുന്നതിനോടും ആളുകൾക്ക് വലിയൊരു പ്രശ്നമുണ്ട്. അത് തന്നെ ഈ ഒരു റോൾ റിവേഴ്സൽ എന്നുള്ള രീതിയിൽ വന്നാൽ ആർക്കും കുഴപ്പമില്ല. ആൺകുട്ടികൾ ചിരിച്ചാൽ കുഴപ്പമില്ല, പെൺകുട്ടികൾ കരഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിയാൽ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ നോക്കുമ്പോൾ താങ്കൾ ഈ പറയുന്ന കാര്യം ഒരു പക്ഷേ പുതിയ തലമുറയിലേക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ആ ഒരു കഥാപാത്രത്തിലൂടെ നൽകിയിട്ടുള്ളത്. അമ്പ